നമസ്കാരം. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനം, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനം, ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനം, CNG ഓപ്ഷനും വേണം. ഇത്തരത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ SUVയും കൂടെയാണ് നിങ്ങളുടെ ഒരു താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പഞ്ചിൻ്റെ CNG വേർഷനാണ്. എന്താണ് പഞ്ചിൻ്റെ CNG ഓപ്ഷന് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം. ഈ ഒരു വാഹനത്തിന് ബൂട്ട് സ്പേസ് അപഹരിക്കാത്ത രീതിയിൽ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെയാണ് ഈ ഒരു CNG ഓപ്ഷൻ വാഹനം വരുന്നത്. അതുമാത്രമല്ല, ഈ ഒരു വാഹനത്തിന് സ്പെയർ വീലും കൂടിയുണ്ട്. തീർച്ചയായിട്ടും നല്ല സേഫ്റ്റി ഉള്ളൊരു വാഹനം, മൈക്രോ SUV, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് 187 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നല്ല സേഫ്റ്റിയോട് കൂടിയിട്ട് നല്ല മൈക്രോ SUV കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. നിങ്ങൾ അതിൻ്റെ മുകളിലൊരു സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബ്രസയിൽ ഇത്തരത്തിലൊരു ഓപ്ഷനുണ്ട്, CNG ഉണ്ട്. പക്ഷേ അവിടെ ബൂട്ട് സ്പേസ് കാര്യമായിട്ട് അപഹരിക്കുന്നുണ്ട്. ബ്രസ നോക്കിയാൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് ആയിരിക്കും ഈ ഒരു മൈക്രോ SUV കാറ്റഗറിയിലുള്ള വാഹനത്തിൻ്റെ ടോപ്പ് എൻഡിൻ്റെ പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനമായിട്ടുള്ള മൈക്രോ SUV കാറ്റഗറിയിൽ വരുന്ന പഞ്ചിൻ്റെ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിൽ വരുന്ന CNG വേർഷനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ, ലുക്ക് എന്ന് പറയുന്നത് സെയിം ആണ്, യാതൊരുവിധ വ്യത്യാസവുമില്ല. ഈ ഒരു വാഹനത്തിൻ്റെ ലുക്കിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ഐസ് വേർഷനകത്ത് വരുന്ന അതേ സെയിം ലുക്കിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, ഒരു അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് പഞ്ചിൻ്റെ ഒരു അപ്ഡേഷൻ തീർച്ചയായിട്ടും വരും. 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ അപ്ഡേഷൻ വരുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്, നമുക്കിപ്പോൾ പെട്രോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ ഇതിനകത്ത് അവൈലബിൾ ഇല്ല. പെട്രോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെവട്രോൺ എഞ്ചിനാണ് വരുന്നത്, 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. നല്ല നോയ്സി ആയിട്ടുള്ള എഞ്ചിനാണ്, പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, നല്ല സേഫസ്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. അതുമാത്രമല്ല, അത്യാവശ്യം എന്താ പറയുന്നത്, റൈഡിങ് ഹാൻഡിലിംഗ് ഒക്കെ വളരെ നല്ല ഒരു വാഹനം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു പോരായ്മ വളരെ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ പോലും നമ്മൾ പറയുന്നത് മറ്റുള്ള 3 സിലിണ്ടർ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ 3 സിലിണ്ടർ എഞ്ചിൻ എക്സ്പെഷ്യലി റെവട്രോൺ കുറച്ച് പുറകോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെ വരുന്ന വാഹനത്തെക്കുറിച്ചിട്ടാണ്. ട്വിൻ സിലിണ്ടർ എന്ന് പറയുന്നത് 2 സിലിണ്ടറാണുള്ളത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നിലെ സ്പെയർ വീലിൻ്റെ ആ ഒരു ഏരിയയിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ടാറ്റ അത് പേറ്റൻറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡ്യുവൽ സിലിണ്ടർ ടെക്നോളജിയിൽ ഇപ്പോൾ ഹ്യുണ്ടായും ഈ ഒരു ഇത്തരം വാഹനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും സെയിം നമ്മുടെ ഐസ് വേർഷൻ വാഹനത്തിൻ്റെ അതേ ലുക്ക് തന്നെയാണ്. ഇതിനകത്ത് 3 വേരിയൻറ്റ് വരുന്നുണ്ട്. പ്യുവർ, അഡ്വഞ്ചർ, അക്കംപ്ലിഷ്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള എന്താ പറയുന്ന വേരിയൻസ് ആണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വേരിയൻറ്റിൻ്റെ പേരുകളാണ് പ്യുവർ, അഡ്വഞ്ചർ, അക്കംപ്ലിഷ് എന്ന് പറയുമ്പോഴത്തേക്കും. അതിനകത്ത് അക്കംപ്ലിഷ് എന്നുള്ളതാണ് ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പോലും ഇത് അക്കംപ്ലിഷ് എന്ന് പറയുന്നൊരു മോഡലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, DRLs വരുന്നുണ്ട്. പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഹാലജനാണ്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഫോഗ് ലാമ്പുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് റിട്രാക്റ്റബിൾ ആയിട്ടുള്ള ORVMs ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 187 മില്ലിമീറ്ററിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത, എല്ലാ തവണയും പറയുന്ന ഒരു കാര്യമാണ്, 90 ഡിഗ്രീസ് തുറക്കാൻ കഴിയുന്ന ഡോറ് ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. സ്മാർട്ട് കീ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഓപ്പൺ, ഈ 3 ഫെസിലിറ്റിയും ഈ സ്മാർട്ട് കീയിലുണ്ടായിരിക്കും. നമ്മളിപ്പം ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴും കാര്യമായിട്ടുള്ള ഒരു സൗണ്ടും ഈ ഒരു വാഹനം ഉണ്ടാക്കാറില്ല. പക്ഷേ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന ഫീച്ചർ ഉണ്ടെങ്കിൽ പോലും നമ്മളത് ഡിസേബിൾ ചെയ്ത് ഇടാറാണുള്ളത്. കാരണം രാത്രി കാലങ്ങളിലൊക്കെ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഈ കീ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അതെല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആവും. എക്സ്പെഷ്യലി ഒരു കോളനിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു റെസിഡൻഷ്യൽ കോളനിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് വളരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് യാതൊരുവിധ സംശയമില്ല, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബെസ്റ്റ്, ഒറ്റ വേർഡിൽ പറയാം, ദ ബെസ്റ്റ്. അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം സർവീസ് കുറച്ചും കൂടെ നന്നാക്കണം, കുറച്ചും കൂടെ അല്ല, കുറച്ചധികം നന്നാക്കണം. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ ടയേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 195/60 R16 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. ഡയമണ്ട് കട്ട് ആയിട്ടുള്ള അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത്. മികച്ച ഒരു പാറ്റേൺ ആണ്. പിന്നെ നമുക്ക് അപ്പോളോയുടെ ടയേഴ്സ് വരാറുണ്ട്, ഗുഡിയറിൻ്റെ ടയേഴ്സ് വരാറുണ്ട്. അതൊക്കെ വെണ്ടർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ പോലും മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. ടയേഴ്സ് ആണെന്നുണ്ടെങ്കിലും
ആണെങ്കിലും നല്ലതാണ്. 16 ഇഞ്ചുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അത് മാത്രമല്ല വാഹനത്തിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിലൊരു റൈനോ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, ഈ വാഹനം എന്താ പറയുന്നത്, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഐസ് വേർഷൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണല്ലോ ഇത്. ഈ CNG എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ പ്രത്യേകതകളാണ് വരുന്നത് അത് മാത്രം പറഞ്ഞാൽ പോരെ എന്നുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെ പറയാം. സ്പെയർ വീൽ വരുന്നുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്പെയർ വീൽ മൗണ്ട് ചെയ്തിട്ടുള്ളത് താഴെയാണ്, അതായത് ബൂട്ട് സ്പേസിന് താഴെയാണ്. ബൂട്ട് സ്പേസ് അപഹരിക്കാത്ത രീതിയിലാണ് ട്വിൻ സിലിണ്ടർ ടെക്നോളജി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള ലഗേജ് കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുപോകാൻ കഴിയും. അത് മാത്രമല്ല ടാക്സി പർപ്പസിനൊക്കെ ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇനി എൻജിൻ സൈഡിലേക്ക് നോക്കാം. സാധാരണ രീതിയിൽ CNG വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നോർമലുള്ള ഐസ് വേർഷൻ വാഹനത്തിൻ്റെ ഒരു പവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പവർ കുറച്ച് കുറവായിരിക്കും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. സാധാരണഗതിയിൽ പഞ്ചർ റിപ്പയറിംഗ് കിറ്റുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ നല്ല രീതിക്ക് വണ്ടിയുടെ ടയർ കീറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചർ റിപ്പയറിംഗ് കിറ്റ് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്പെയർ വീൽ കൊടുത്തത് അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു നല്ല കാര്യമാണ്. ഇനി എഞ്ചിനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2 3 സിലിണ്ടർ റെവട്രോൺ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. 72 PS പവറാണ് വരുന്നത്. അതാണ് എടുത്തു പറയേണ്ടത്. 103 Nm ടോർക്ക് മാത്രമാണ് ഈ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. അത് CNG ഫ്യൂലിൽ ആയതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോർമലായിട്ടുള്ള ഒരു ടെറൈനിൽ ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ നല്ല ഒരു ടെറൈൻ അല്ലെങ്കിൽ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ടെറൈനിലൊക്കെ പോകുമ്പോഴത്തേക്കും CNG വാഹനം കതയ്ക്കും. അത് തീർച്ചയാണ്, ഇങ്ങനെ കിടന്ന് കതച്ചുകൊണ്ടിരിക്കും. കാരണം അതിന് വേറൊന്നും കൊണ്ടതല്ല, ഈ CNG വാഹനത്തിൻ്റെ എൻജിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പെട്രോൾ വേർഷൻ എൻജിനേക്കാളും പവർ കുറവാണ്. അപ്പോൾ നമ്മൾ മൈലേജ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഓക്കെയാണ്. ടാക്സി പർപ്പസിനൊക്കെ അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ് തീർച്ചയായും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മൈലേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28 കിലോമീറ്ററാണ് 1 കിലോഗ്രാമിൽ 1 kg വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28 കിലോമീറ്റർ പെർ kg എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും ആ 1 കിലോമീറ്റർ തന്നെ കിട്ടും. ഓൾമോസ്റ്റ് ഒരു 26 to 28 തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിയൽ വേൾഡ് റേഞ്ച് ആയിട്ട് കിട്ടും. റേഞ്ച് എന്ന് പറയുന്നില്ല, മൈലേജ് ആയിട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 10 lakhനുള്ളിൽ നിൽക്കും. 2 പോയിന്റ് മാത്രമാണ് ഈ ഒരു വാഹനത്തിൽ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതായത് പ്രധാനമായിട്ടും സ്പെയർ വീൽ വരുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിന് ബൂട്ട് സ്പേസ് അപഹരിക്കാത്ത രീതിയിലുള്ള ട്വിൻ സിലിണ്ടർ ടെക്നോളജിയാണ് വരുന്നത്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. തീർച്ചയായും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.